ഹലോ ഓൾ, CUET പ്രോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ CUETയുടെ GK ട്രിക്കുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ട്രിക്ക് എന്ന് പറഞ്ഞാൽ CUETയുടെ GK ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്ത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ഡേറ്റ ആയാലും അതല്ലെങ്കിൽ നമ്പേഴ്സോ ഫിഗേഴ്സോ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അത് പൊതുവേ ആ ഡേറ്റ തെറ്റിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. ഞാൻ പറഞ്ഞപ്പോൾ മൊത്തം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഞാൻ പറഞ്ഞൊരു ഒറ്റ പോയിന്റ് ഉള്ളൂ. ഇവിടെ കൊടുത്ത പോലെ നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ടോ അതല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡേറ്റയോ നമ്പറോ ഫിഗേഴ്സോ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുവേ വുഡ് ഹാവ് ഹയർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് റോങ്. അത് തെറ്റാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഇത് 2022 CUET ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ മൊത്തം ഞാൻ വായിക്കുന്നൊന്നുമില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് വായിക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരേ ഒരു ട്രിക്ക്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10-15 സെക്കൻഡ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ അധികം വായിക്കാതെയും ആൻസർ ചെയ്യാൻ പറ്റും. പൊതുവേ CUETയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആൻസർ ആക്ച്വലി വരുന്നത് A ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ A വന്നു എന്ന് ഞാൻ പറയാം. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. ഇതിനകത്ത് ചോദിച്ചിരുന്ന വേറൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ തെറ്റായത് കണ്ടെത്താനാണ്, ഇൻകറക്റ്റ് ആയത് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു വർഷമാണ് കൊടുത്തിട്ടുള്ളത്. പൊതുവേ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഫാക്ച്വൽ, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലും പ്രത്യേകിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളതിൽ കണ്ടെത്താനോ കറക്റ്റായിട്ട് കണ്ടെത്താനോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, പൊതുവെ കൊടുക്കുന്ന ആ വർഷം അത് തെറ്റായിരിക്കും. ഓക്കെ, തെറ്റിച്ചിട്ടാണ് അവർ കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2-3 സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അതിനെ പറ്റിയുള്ള പക്ക ഒരു കോൺസെപ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ കോൺസെപ്റ്റിൽ വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർ പൊതുവെ ചെയ്യാറുള്ളത് എന്താണ്, അതിൽ വരുന്ന എന്തെങ്കിലും ഒരു ഡാറ്റ, പ്രത്യേകിച്ച് ഒരു കണക്കൊക്കെ ആണെങ്കിൽ അതിൽ വ്യത്യാസപ്പെടുത്തുക, അതിൽ മാറ്റം ഉണ്ടാക്കുക, ഇൻകറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കിക്കേ, ഇതിലുള്ള 1 എന്ന് പറയുന്നത് ഉള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞതാണ് അല്ലേ, C ആണ്. ഓക്കെ, ഓപ്ഷൻ C ആണ് ഇവിടെ വരുന്നുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സ്റ്റേറ്റ്മെന്റ് 1-ൽ മാത്രമാണ് പക്ക ഒരു ഡാറ്റ വരുന്നുള്ളൂ അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 എന്നുള്ളതിന് വലിയൊരു തെറ്റ് നമുക്ക് പൊതുവെ പറയാൻ കഴിയില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു അസംഷൻ ആണ് നമ്മുടെ. ഓക്കെ, പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ C എന്നുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തെറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഓപ്ഷൻ B നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 3 എന്നുള്ളതിനെയാണ് ഇവിടെ റോങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 and 3 ആണ് റോങ് ആയിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പ്രകാരം ഡേറ്റയോ നമ്പറോ ഫിഗറോ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും എന്ത്, മോസ്റ്റ് പ്രോബബിലിറ്റി തെറ്റായിട്ട് വരാനുള്ള സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ E, അതായത് 1 മാത്രമാണ് തെറ്റ് എന്ന അസംഷനിലേക്ക് നമ്മൾ പോയി. പക്ഷേ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയായിരുന്നു. ഓക്കെ, അതാണ് നമ്മളുടെ അസംഷൻ. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് 2022 CUETയിൽ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ മൊത്തത്തിൽ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ, ഇതിലും ചോദിച്ചിട്ടുള്ളത് ഇതേ പറഞ്ഞ പോലെ ഒരു അമെൻമെന്റുമായി ബന്ധപ്പെട്ടാണ്. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു അമെൻമെന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിനെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെയാണ് ഒരു ഡേറ്റ വന്നിട്ടുള്ളത് അല്ലെ, ഒരു വിവരം കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 35 ലക്ഷം എന്ന ഒരു നമ്പറാണ് അല്ലേ. നിങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുക, നമുക്ക് ഒരാൾക്ക് 35 ലക്ഷമാണോ അല്ലെങ്കിൽ 45 ലക്ഷമാണോ അതിലൊന്നും അത് ഓർത്തെടുക്കാനും, പ്രത്യേകിച്ച് ഒരു കൊല്ലത്തിൻ്റെ ഇടയിലുള്ള കാര്യമാണ്, അതൊന്നും ഓർത്തെടുക്കാനുള്ള സമയം കാര്യങ്ങളും കിട്ടില്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫാക്റ്റുകൾ വലിയൊരു സംഭവമായിട്ട് നമ്മൾ വായിക്കാറോ പഠിക്കാറോ ഇല്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ഇവിടെ തെറ്റ്. ഇവിടെയും ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഇവിടെ നോട്ട് ആൻ അമെൻമെന്റ് ആണ്. ഈ അമെൻമെന്റിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വളരെ കൃത്യമായി നമുക്ക് പോകാൻ കഴിയും. ഓപ്ഷൻ C ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ഒരു കാര്യം, എന്നാൽ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് തെറ്റ് ഓപ്ഷൻ സി ആണ്. പക്ഷേ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് തെറ്റ് ഏതാണെന്ന് കണ്ടെത്തലാണ്. സ്വാഭാവികമായിട്ടും ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലെയുള്ള CUET എക്സാമായിട്ട് ബന്ധപ്പെട്ട് GKയിൽ ഒരു ആസ്പിറൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് വേറെ ഒരു വീഡിയോയിൽ നമുക്ക് വരാം. എന്തായാലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.